നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റൊരു കാലവർഷക്കെടുതിയുടെ തുടക്കത്തിലാണ് കേരളം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ പലയിടങ്ങളിലും തീവ്രമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യ കേരളത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ എല്ലാ സൂചനകളും വന്നു കഴിഞ്ഞിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വലിയ വെള്ളക്കെട്ടിലാണ്. തൃശ്ശൂർ മുതൽ അങ്ങോട്ട് വടക്കൻ ജില്ലകളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഏജൻസികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമെല്ലാം ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. അതായത് കേരളം മറ്റൊരു പ്രളയത്തിൻ്റെ വക്കിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ അതിതീവ്ര മഴ ആരംഭിച്ചിരിക്കുന്നു. മൺസൂണിൻ്റെ രണ്ടാം ഘട്ടം എന്ന് തന്നെ പറയാം. ഇടവപ്പാതിയിൽ ആരംഭിച്ച് മഴ ഒന്ന് ആരംഭിച്ച ശേഷം പിന്നീട് മഴ ഒന്ന് പിന്മാറി നിൽക്കുന്നത് എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ്. പക്ഷെ പിന്നീട് വീണ്ടും രണ്ടാം ഘട്ടം എന്ന നിലയിൽ മഴയെത്തും. ആ മഴയാണ് കേരളത്തിൽ പലപ്പോഴും പ്രളയമായി മാറിയിട്ടുള്ളതും. 2018 പിന്നീട് 2019 ഒക്കെ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. രണ്ടാം ഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ രണ്ടാം ഘട്ടം കേരളത്തിൽ പലപ്പോഴും പ്രളയമായി മാറുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അത് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ തെക്കൻ കേരളത്തിലും ഭീതി ഉയരുകയാണ്. തെക്കൻ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യത ഉയർത്തിക്കൊണ്ട് മഴമേഘങ്ങൾ അത് കരയോടടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്നലെ ഏതാണ്ട് രാത്രി 2 മണിയോടുകൂടി പുലർച്ചെ 2 മണിയോടുകൂടി പുറത്തിറങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത് അതാണ്. കേരളത്തിന് മുകളിലേക്ക് വലിയ രീതിയിലുള്ള പടുകൂറ്റൻ മഴമേഘങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് വടക്കൻ കേരളത്തിൽ മാത്രമല്ല തെക്കൻ കേരളത്തിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നു മുതൽ എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തിരുവനന്തപുരത്തിൻ്റെ ഈ തീരദേശ മേഖല അവിടങ്ങളിലൊക്കെ കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ തീരപ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. വലിയ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ുണ്ട്. വീടുകളും മറ്റും തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അപകടങ്ങളാണ് ഈ മൺസൂണുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ അതിതീവ്ര മഴ എന്ന സൂചനയാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളും നൽകുന്നത്. പ്രത്യേകിച്ചും നെയ്യാർ അണക്കെട്ട്, തിരുവനന്തപുരത്തെ നെയ്യാർ ഡാം ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ രാവിലെ 7:30 ഉയർത്തിയിരുന്നു. 4 ഷട്ടറുകളും 20 സെൻറ്റിമീറ്ററാണ് രാവിലെ 7:30 ഈ ജലനിരപ്പ് വർദ്ധിച്ചതിനെ തുടർന്ന് ഉയർത്തിയത്. എന്നാൽ ജലനിരപ്പ് വീണ്ടും വർദ്ധിക്കുന്നു. നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് അത് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി പ്രദേശത്ത് വലിയ മഴ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി വീണ്ടും 7:30 ഉയർത്തിയതിന് പിന്നാലെ വീണ്ടും 11 മണിക്ക് വീണ്ടും ഒരു 20 സെൻറ്റിമീറ്റർ കൂടി ഉയർത്താൻ തീരുമാനമായിട്ടുണ്ട്. അത് ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആദ്യം രാവിലെ 7:30 20 സെൻറ്റിമീറ്റർ വീതം 4 ഷട്ടറുകൾ, അതായത് ആദ്യം രാവിലെ 7:30 20 സെൻറ്റിമീറ്റർ വീതം 4 ഷട്ടറുകൾ, അതായത് മൊത്തം 80 സെൻറ്റിമീറ്റർ. വീണ്ടും 11 മണിയോടുകൂടി 20 സെൻറ്റിമീറ്ററുകൾ കൂടി 4 ഷട്ടറുകളും ഉയർത്തും. അങ്ങനെ 80 160 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു അപകടക്കെണി എന്ന് തന്നെ പറയാവുന്ന മുതലപ്പുഴയിൽ ഏതാണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി 2 മത്സ്യത്തൊഴിലാളികളെ കാണാനില്ല. ആ 2 മത്സ്യത്തൊഴിലാളികളെക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനം പോലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ്. നാട്ടുകാർ അധികൃതരെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ കണ്ടിട്ടുണ്ട് ടെലിവിഷൻ മാധ്യമങ്ങളിൽ. അതായത് നാട്ടുകാർ ഈ രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ അതീവ രോഷാകുലരാണ്. 2 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാനായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരാൻ പോലും കഴിയുന്നില്ല. കാരണം പ്രദേശത്ത് ശക്തമായ തിരമാലയുണ്ട്, കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. ഈ തീരദേശത്തേക്ക് അടുക്കാൻ കഴിയാതെ ഒട്ടനവധി മത്സ്യബന്ധന ബോട്ടുകൾ പുറംകടലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല എന്ന പരാതിയും ഇപ്പോൾ വരുന്നുണ്ട്. മറൈൻ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 14 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു റെസ്ക്യൂ ബോട്ട് പ്രദേശത്തേക്ക് എത്തിയില്ല എന്നാണ് ഹാർബർ
എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിക്കുന്നത്. അത് എപ്പോൾ എത്തുമെന്നോ ഇപ്പോൾ എവിടെ വരെ ആയി എന്നോ ഇവർക്ക് വിവരങ്ങളില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, ശംഖുമുഖത്തും അതുപോലെ തന്നെ വിഴിഞ്ഞത്തും ഈ കടൽക്ഷോഭം കാരണം 2 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ ഒരു ആൾ മരിക്കുകയും മറ്റേയാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേഷനിലായതിനാൽ ഈ റെസ്ക്യൂ ബോട്ട് ഇതുവരെ എത്താത്തത് എന്നാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത്. പക്ഷേ തങ്ങൾക്ക് ആവശ്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ തുറയിൽ നിന്നും ഇത്രയധികം ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി പോയത്. അങ്ങനെ പോയവരിൽ 2 പേരെയാണ് കാണാതായിട്ടുള്ളത്. മുന്നറിയിപ്പ് നൽകുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടു എന്ന പരാതിയാണ് ഇപ്പോൾ തീരദേശ മേഖലയിൽ നിന്നും ഉയരുന്നത്.